ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഇപ്പം വീഡിയോ ഇടാത്തതെന്ന്. ഞാൻ കുറച്ച് തിരക്കിലായി പോയിട്ടാണ് കേട്ടോ. അതിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ അടുത്ത വീഡിയോ ഞാൻ പറയാം എന്താണ് തിരക്കും കാര്യങ്ങളെല്ലാം ഒന്ന്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ സാധാരണ എണീക്കുന്ന പോലെ തന്നെ രാവിലെ എണീച്ച് പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാല ദോശൻ്റെ വീഡിയോ അധികം എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിനി. പിന്നെ നല്ല ടേസ്റ്റുള്ള മസാല ദോശയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മസാല ദോശൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ പിന്നെ ഞാൻ മസാല ദോശ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി. പിന്നെ ഞാനും മൈറൂഫ്ക്ക് ഒന്നിച്ച് ചാലും കുടിച്ചതിന് ശേഷം പിന്നെ മൈറൂഫ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ മക്കളെല്ലാം വിളിച്ചിട്ട് അവർ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിന്. അതുകൊണ്ട് പിന്നെ ഇന്ന് നല്ല വിശപ്പേനു. അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ച്. പിന്നെ മക്കളത് ബ്രേക്ക് 9:45 ആവും. അതുകൊണ്ട് പിന്നെ അവർക്ക് നല്ല ചൂടോടെ തന്നെ ഞാൻ ചുട്ടുകൊടുക്കലാണ് കേട്ടോ. മസാല ദോശയെല്ലാം അവർക്ക് ചൂടോടെ തന്നെ കിട്ടണം. പിന്നെ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെറും ചട്ടണി മാത്രമേ ഉണ്ടാക്കിയത്, തേങ്ങ ചട്ടണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഒരു 9:45 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിതാ മകൾക്ക് വേണ്ടിയിട്ട് അവരത് ചൂടോടെ ചുട്ടുകൊടുക്കലാന്ന് കേട്ടോ. ഇങ്ങനെ ഒരാൾക്കായിട്ട് ഇങ്ങനെ ചുട്ടുകൊടുക്കലാന്ന്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ദോശ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കുറച്ചധികം തന്നെ അരച്ച് വെക്കും. പിറ്റേന്ന് എന്തെങ്കിലും ഊത്തപ്പോ അല്ലെങ്കിൽ ഈ നല്ല ഗീ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഞാൻ ദോശൻ്റെ മാവെല്ലാം അരച്ച് വെക്കലാന്ന്. അങ്ങനെ അരച്ച് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2-3 ദിവസം അങ്ങനെ തന്നെ നിന്നോളൂ. പിന്നെ കൂടുതൽ വെക്കരുത്, അന്നേരം പിന്നെ ഒരു പുളി രസം വന്നിട്ട് ഒരു ടേസ്റ്റ് കുറവെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് 2 ദിവസം അല്ല 3 ദിവസം, അതിൽ കൂടുതൽ വെക്കണ്ട. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ ഇനി ഞാൻ കിച്ചണിലെല്ലാം ഒന്ന് വൃത്തിയാക്കലാന്ന്. പിന്നെ ചോറിൻ്റെ പണിയാന്നല്ല. പിന്നെ ഇന്ന് ചോറിന് ഞാൻ ചിക്കൻ 65 ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ സാധാ ചോറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈലിലുള്ള ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി ചിക്കൻ 65 ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി കിച്ചണെല്ലാം ഒന്ന് മൊത്തം വൃത്തിയാക്കി. പിന്നെ ഇന്ന് അലക്കാനൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണെല്ലാം ഒന്ന് മൊത്തം വൃത്തിയാക്കി. അതിന് ശേഷമാണ് പിന്നെ ഞാൻ വേഗം തന്നെ ചോറിൻ്റെ പണിയിലേക്ക് ഇടുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ബദാം ഞാൻ വെള്ളത്തിലിട്ട് വെക്കലാന്ന്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളയാമല്ലോ, പിന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബദാം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഈ റൂമെല്ലാം ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ ക്ലീനും കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കിലെല്ലാം ആയതുകൊണ്ട് പിന്നെ കൂടുതൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാനിതാ വേഗം തന്നെ കിച്ചണിലേക്ക് ഇറങ്ങി. പിന്നെ ഉപ്പ് തീർന്നിനു, അതെല്ലാം ഇങ്ങനെ പാട്ടിലിങ്ങനെ പൊളിച്ചിടലാന്ന്. പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്താക്കി വേഗം തന്നെ പിന്നെ ചോറിൻ്റെ പണിയെടുക്കാൻ തുടങ്ങി. ചിക്കൻ വേഗം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ച്. പിന്നെ ചിക്കൻ 65 ബിരിയാണിയല്ല, അതുകൊണ്ട് പിന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കെല്ലാം ചെയ്യണം. ഞാൻ 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ, ഞാൻ കൂടുതൽ നേരം വെച്ചിട്ടില്ല. പിന്നെ ചിക്കൻ 65ൻ്റെ മസാല തന്നെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ നമ്മളെങ്ങനെയാണ് ചിക്കൻ 65 ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മസാല വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ ഇതിന് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് ഞാൻ ഉള്ളി നേർങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് നല്ല നേർങ്ങനെ തന്നെ കിട്ടും ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനധികം ഉള്ളി കുറച്ചധികം തന്നെ പൊരിച്ചെടുക്കും. പിന്നെ കുറച്ച് ഫ്രീസറിലവിടെ സൂക്ഷിച്ച് വെക്കലാണ്. വെള്ളിയാഴ്ച ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ എന്താക്കും പിന്നെ കുറച്ചധികം തന്നെ പൊരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഞാനിതാ ഉള്ളിയുടെ നേർങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ്റെ വെള്ളം വാർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണ് മൈദ, പിന്നെ 1 മുട്ട,
പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അത് ഞാനൊരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പുളിനാരങ്ങൻ്റെ നീര് അത് ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി, ഒരു പുളിനാരങ്ങൻ്റെ പകുതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കൂടുതൽ നേരം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല. ഞാനിപ്പോൾ 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം മിക്സായി കൊടുക്കാം. ഇനി ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കന് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ബിരിയാണിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കിയാൽ ബട്ടൂരയും പിന്നെ എന്തെങ്കിലും കുറുമെല്ലാം ഉണ്ടാക്കിയാൽ ഈ ഒരു ചിക്കൻ 65 ഫ്രൈ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ ഇട്ടിന് കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഉള്ളി അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ നമുക്ക് ദീപാവലിക്ക് കിട്ടിയ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടല്ലോ, അത് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇങ്ങനെ കിച്ചണിൽ നിന്ന് എന്തെങ്കിലും പണിയെല്ലാം എടുക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും മധുരം കഴിക്കും. പിന്നെ മധുരം കഴിക്കൽ കുറവാണ്, ഇടയ്ക്കൊരു പൂതി വരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം തിന്ന് പിന്നെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചിനേനു. അപ്പോൾ അതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞാനിപ്പോൾ ഇത് മൊത്തം എടുക്കുന്നൊന്നുമില്ല, കുറച്ച് പിന്നെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു സിപ്ലോക്കിൻ്റെ കവറിലിട്ടിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ കുറേ നാൾ നമുക്ക് പിന്നെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടായി അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് മേലയിലിട്ട് കൊടുക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഞാനിതാ ചിക്കനിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോയിൽ ഇട്ടീന് കേട്ടോ. പിന്നെ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറേ ആൾ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത്. അത് നല്ല മസാല ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിതാ പിന്നെ ചിക്കനിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ മക്കളെല്ലാം ഓടി വന്നിന് കേട്ടോ, ഓരോ ചിക്കൻ്റെ പീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഞാനിപ്പോൾ ഈ ചോറുണ്ടാക്കുന്നത് ബസ്മതി അരി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തത്. അത് ഞാനൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി നല്ലോണം കഴുകി പിന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തിയെടുക്കണം. പിന്നെ നമുക്കിത് വേവിക്കേണ്ടത് നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം വേവിക്കുന്നില്ല, അതുപോലെയാണ് വേവിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാനായ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നമ്മൾ ചേർക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2-3 ബേ ലീഫും പിന്നെ 2 പട്ട പിന്നെ 4 ഏലക്കായും 4 ഗ്രാമ്പും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ അരി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുതിനച്ചപ്പും കൂടി ഇട്ട് കൊടുത്തേട്ടാ. എൻ്റെ കയ്യിൽ പുതിനച്ചപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ഞാനിതാ ഇപ്പുറത്തുനിന്ന് മസാല ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം, അത് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടി ഇടുന്ന സമയത്ത് തീ കൂട്ടി കൊടുക്കണ്ടേ, കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു കൈ നിറച്ചും പിന്നെ പൊരിച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സായി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ പുളിനാരങ്ങൻ്റെ പകുതി നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ മസാല കുറച്ച് ഗ്രേവി വേണ്ട, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 1 ഗ്ലാസ് നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ അടുപ്പത്ത്, അതിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിന്.
അത് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസിന് എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചോറിയുടെ തിളക്കുന്നുണ്ട്, ഏകദേശം വേകാനായിട്ടുണ്ട്. അങ്ങനെ ചോറിയുടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തിയെടുക്കണം. നമുക്ക് പിന്നെ അടുത്ത പരിപാടി ദമ്മിടലാന്ന്. അപ്പോൾ ഞാൻ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്പിൽ തന്നെ ദമ്മിടാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പകുതി ചോറ് പിന്നെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മസാലയിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചത് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ചോറിൻ്റെ മേലെ ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 3-4 പീസെല്ലാം മാറ്റി വെക്കാം. ഞാൻ പിന്നെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ ചിക്കനും മസാലയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മേലെ ഈ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ പിന്നെ ലേശ കളറും പിന്നെ അതുപോലെ തന്നെ സാഫ്രോൺ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ പിന്നെ ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പും പുതിനച്ചപ്പാണ്. എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിനച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും മല്ലിച്ചപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ഫോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ചെറിയ തീയിലൊരു 15 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഉച്ചക്ക് ഞാൻ ചോറ് തിന്നുന്നത് കാണിക്കുന്നില്ല. നമ്മൾ രാത്രി മരുക്ക വന്നാൽ പിന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു സാലഡും പിന്നെ അതുപോലെ തന്നെ ചട്ടണിയും ഉണ്ടാക്കിനി. ഞാൻ ഈ ഗ്രീൻ ചട്ടണി ഉണ്ടാക്കിയത് മിക്സിൻ്റെ ജാറിൽ മല്ലിച്ചപ്പും പുതിനച്ചപ്പും പിന്നെ പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ച് എന്നിട്ട് തൈരിൽ ചേർത്തിട്ട് ലേശം ഉപ്പും ചേർത്തിട്ട് അങ്ങനെ മിക്സാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ ഈ ഉള്ളി സാലഡ് ഉണ്ടാക്കിയത് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് പഞ്ചസാര, അതായത് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ഈ ഒരു സാലഡ്. ഉള്ളി സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഈ ഒരു ഗ്രീൻ ചട്ടനിയും പിന്നെ ഉള്ളി സാലഡും. അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം സമയത്ത് ഇനി ചായൻ്റെ ടൈമാണെന്നല്ല. അപ്പോൾ ഞാൻ ഇന്ന് ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഇന്ന് നല്ലൊരു പിന്നെ ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ മക്കൾക്ക് ഈ ബന്നും നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ബന്നിലേക്ക് ഞാനിപ്പോൾ ഫ്രഷ് ക്രീമും ക്രീം ചീസില്ലേ ക്യൂബായിട്ട് കിട്ടുന്ന ഇതാ ഈ ഒരു ചീസ്, അപ്പോൾ ഇതും പിന്നെ കുറച്ച് തേനെല്ലാം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇങ്ങനെയല്ലാന്ന് ഞാനിപ്പം വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ബന്നിലും ബ്രെഡിലെല്ലാം ഇങ്ങനെ ആയി കൊടുത്താൽ നല്ല രസമാണ്, പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതാ ഈ ബന്ന് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഫ്രഷ് ക്രീമും പിന്നെ ഒരു ഭാഗത്ത് ചീസും അങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ച് തേന് ഇതിൻ്റെ മേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചീസിൻ്റെ മേലെയോ അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ക്രീമിൻ്റെ മേലെ എങ്ങാനോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ജ്യൂസാണ്. അത് പിന്നെ പഴവും പിന്നെ ബദാം അരച്ചതും കൂടിയിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഐസ്ക്രീമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഐസ്ക്രീം ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ല ഷെയ്ക്കെല്ലാം ഉണ്ടാക്കണമെങ്കിൽ നല്ല കട്ടപ്പാൽ തന്നെ വേണം. പക്ഷേ ഇങ്ങനെ ഞാൻ പാലങ്ങനെ കട്ടയാക്കാൻ വെച്ചിട്ടൊന്നുമില്ല. പിന്നെ മക്കൾക്ക് ചെറിയൊരു ചുമലുണ്ട്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ കുറച്ച് തണുപ്പുള്ള പാൽ വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടപ്പാലും പിന്നെ നല്ല വാനില ഐസ്ക്രീമെല്ലാം ചേർത്തിട്ട് അങ്ങനെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ബന്നെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകലാന്ന്. പിന്നെ ഇതാ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോല് കളയാൻ പറ്റും. ഈ ബദാമിൻ്റെ
അപ്പോൾ ഞാൻ ബദാമിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് പിന്നെ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ജാറിലേക്ക്, അതായത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് പഴം ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കാം, മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ 2 പഴമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ ലേശം പാലൊന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പാലേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പഞ്ചസാരക്ക് പകരം ഞാൻ തേനാണ് ചേർത്ത് കൊടുത്തത്. പാല് ഞാൻ ലേശം ചേർത്ത് കൊടുത്തത് പഴം നല്ലോണം അടിഞ്ഞ് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് പാല് ചേർത്തിട്ടാണ് ഫസ്റ്റ് അടിച്ചത്. പിന്നെ രണ്ടാമത് പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നും പിന്നെ അതുപോലെ തന്നെ ജ്യൂസും ഇടാൻ റെഡിയായി. പിന്നെ ഞാനും സിയെ കൻസി മാത്രമേ ഉള്ളൂ. ഫിർസാന് കളിക്കാൻ പോയതാണ്. അപ്പോൾ ഓന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനെന്ന സമയത്താണ് വരാൻ. അപ്പോൾ ഓന് വന്നിട്ട് പിന്നെ ഫ്രഷെല്ലാം ആയി പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓന് ചായൻ്റെ സമയത്ത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടെങ്കിൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓന് കുടിക്കാൻ. അപ്പോൾ പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഗ്‌രിബെത്തും. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കലാന്ന്. അപ്പോൾ ഈ ഒരു ചോറ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഞാൻ അധികം മക്കളെ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ അവർക്കൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ നിൽക്കാൻ, എടുക്കണ്ടെന്ന് പറയാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മക്കളൊന്നും അങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.